കൊടുവേനലിലും മഴക്കാലത്തും തമിഴ്നാട്ടിലെ മുതുമല ടൈഗർ റിസർവിലൂടെയും കർണാടകയിലെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെയും നടത്തിയ 2 യാത്രകളാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. വേനൽക്കാലത്തും മഴക്കാലത്തും കാട്ടിലുണ്ടാവുന്ന മാറ്റങ്ങൾ, ഞങ്ങൾ ഈ യാത്രയിൽ കണ്ട വന്യമൃഗങ്ങൾ. നിങ്ങൾ ഇതുവഴി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാന്നുണ്ടെങ്കിൽ വേനൽക്കാലത്തോ മഴക്കാലത്തോ ഏതാണ് അനുയോജ്യം? അതുമാത്രമല്ല, മുതുമലയിലും ബന്ദിപ്പൂരും പ്രധാനമായിട്ടും കാണേണ്ട ഏതൊക്കെ സ്ഥലങ്ങളാണ്? ഇതെല്ലാം അടങ്ങുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൊല്ലത്തുനിന്ന് രാത്രി യാത്ര തുടങ്ങി നിലമ്പൂര് വഴി നാടുകാണി ചുരമൊക്കെ കണ്ട് 9 മണിയായപ്പോഴേക്ക് ഞങ്ങൾ മുതുമല ടൈഗർ റിസർവിന്റെ ചെക്ക് പോസ്റ്റിലെത്തി. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഈ റൂട്ടിലൂടെ നമ്മുടെ വാഹനങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. അതിനുശേഷം ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും. ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ്സുകൾ മാത്രമേ ഈ റൂട്ടിലൂടെ കടത്തിവിടുകയുള്ളൂ. ഞങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് ഊട്ടിയിലേക്ക് പോകുന്നവർക്ക് ഇ പാസ് നിർബന്ധമായിരുന്നു. നമ്മുടെ യാത്രയിൽ ഇ പാസ് നിർബന്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫോണിലൂടെ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാൻ കഴിയും. ഗൂഗിളിൽ TN ഇ പാസ് എന്ന സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ വാഹനത്തിന്റെ നമ്പർ, അതുപോലെ തന്നെ നമ്മളെ പേര്, അഡ്രസ്സ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഇ പാസ് എടുക്കാൻ കഴിയും. കാട് കണ്ടുള്ള ഈ യാത്ര മാത്രമല്ല, റിസർവ് ഫോറസ്റ്റിലൂടെ 1 മണിക്കൂർ നീളുന്ന ജംഗിൾ സഫാരിയും പ്രത്യേകം പരിശീലനം ലഭിച്ച കുങ്കിയാനകളെ പരിപാലിക്കുന്ന എലിഫന്റ് ക്യാമ്പൊക്കെ മുതുമല ടൈഗർ റിസർവിനുള്ളിലെ പ്രധാന ആകർഷണങ്ങളാണ്. ജംഗിൾ സഫാരി സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6:30 മുതൽ 10 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ്. അതുപോലെ തന്നെ എലിഫന്റ് ക്യാമ്പ് വിസിറ്റ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 8:30 മുതൽ 9 മണി വരെയും വൈകിട്ട് 5:30 മുതൽ 6 മണി വരെയാണ്. എലിഫന്റ് ക്യാമ്പിന്റെയും ജംഗിൾ സഫാരിയുടെ ഒക്കെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് തെപ്പക്കാട്. മുതുമല ടൈഗർ റിസർവിനുള്ളിലെ എല്ലാ പ്രോഗ്രാമുകളും ഇവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ജംഗിൾ സഫാരി പോകുമ്പോഴൊക്കെ കാണുന്ന ആനിമൽസിന്റെ എണ്ണമാണ് എഴുതിയിരിക്കുന്നത്. എലിഫന്റ് ക്യാമ്പിലേക്കും ജംഗിൾ സഫാരി പോകാനൊക്കെ ഉള്ള ടിക്കറ്റ് എടുക്കേണ്ടതും ഇവിടെ നിന്നാണ്. ഇതാണ് മുതുമല ടൈഗർ റിസർവിനുള്ളിലെ എലിഫന്റ് ക്യാമ്പ്. കുങ്കിയാനകളുടെ പരിപാലനം മാത്രമല്ല, അവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നമുക്ക് വളരെ അടുത്ത് തന്നെ ഇന്ന് കാണാൻ കഴിയും. ഇവിടേക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് 30 രൂപയാണ്. അതേപോലെ തന്നെ എലിഫന്റ് ജംഗിൾ സഫാരിക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 340 രൂപയാണ്. വേനൽക്കാലത്തെ യാത്രയുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അധികം മൃഗങ്ങളുടെ സൈറ്റിംഗ് പോലും ഞങ്ങൾക്ക് ഈ യാത്രയിൽ കിട്ടിയിരുന്നില്ല. ഇനി കാണാൻ പോകുന്നത് മഴക്കാലം തുടങ്ങിയതിനു ശേഷമുള്ള കാഴ്ചകളാണ്. ഞങ്ങളുടെ യാത്ര പോലും കുറച്ച് ത്രില്ലിംഗ് ആയത് ഈ സമയത്താണ്. കാട് അതിന്റെ പരിപൂർണ ഭംഗിയിലെത്തുന്നത് മഴക്കാലത്ത് തന്നെയാണ്. എത്ര ഭംഗി കൂടുന്നോ അതേപോലെ തന്നെ അപകടവും കുറച്ച് കൂടുതലായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അതിരാവിലെയൊക്കെ ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിന്റെ ഇരുവശവും വന്യമൃഗങ്ങൾ ഉണ്ടാവും. മൃഗങ്ങളെയൊക്കെ റോഡരികിൽ കണ്ടു കഴിഞ്ഞാൽ ഹോണടിച്ചും ബഹളം വെച്ചും അധികം അതിനെ ശല്യപ്പെടുത്താതെ പതുക്കെ കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നൊരു കാര്യം, ടൈഗർ റിസർവിനുള്ളിൽ വാഹനം നിർത്തിയിടുന്നതും വനത്തിനുള്ളിൽ അതിക്രമിച്ച് കയറുന്നതൊക്കെ ഒഫൻസ് ആണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന് ഫൈൻ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് മുതുമല ടൈഗർ റിസർവിനുള്ളിൽ സ്റ്റേ ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് സ്റ്റേകളുണ്ട്. അതൊക്കെ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്. അത് കുറച്ച് എമൗണ്ട് കൂടുതലായിരിക്കും. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ തെപ്പക്കാട് 6 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മസനഗുഡിയിലേക്ക്. അവിടെ പ്രൈവറ്റ് ഹോട്ടലുകളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് എമൗണ്ട് കുറവായിരിക്കും.
ഇതൊക്കെ ഈ യാത്രയിൽ ഞങ്ങൾ കണ്ട മൃഗങ്ങളുടെ സൈറ്റിങ്ങുകളാണ്. വേറെയും ദൂരക്കാഴ്ചയിൽ മൃഗങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. വാഹനം നിർത്താൻ കഴിയാത്തതുകൊണ്ട് മാത്രം വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞങ്ങളുടെ യാത്ര കുറച്ച് ത്രില്ലിംഗ് ആയത് ഈ മഴക്കാലം തുടങ്ങിയ സമയത്താണ്. മുതുമലയിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ അടുത്ത പോകുന്നത് ബന്ദിപ്പൂരേക്കാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ ചെക്ക് പോസ്റ്റിലേക്ക്. ഈ ചെക്ക് പോസ്റ്റ് കടക്കുന്നതിലൂടെ നമ്മൾ ഇനി തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര കഴിഞ്ഞു. ഇനി നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് കർണാടകയിലൂടെയാണ്. പ്രധാനമായിട്ടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കർണാടകയിൽ നിന്നൊക്കെ തിരികെ ഈ ചെക്ക് പോസ്റ്റിലൂടെ തമിഴ്നാട്ടിൽ വരിക എന്നുണ്ടെങ്കിൽ ഈ ചെക്ക് പോസ്റ്റിൽ നല്ല രീതിയിൽ നമ്മളെ വാഹനങ്ങളും ബാഗൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇവര് കയറ്റി വിടുകയുള്ളൂ. ഞങ്ങള് ബന്ദിപ്പൂര് പോയി തിരികെ വരുന്ന സമയത്ത് ഞങ്ങളുടെ ബാഗും ഞങ്ങളുടെ വണ്ടിയൊക്കെ നല്ല രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു പിന്നെ മുതുമല ടൈഗർ റിസർവിലേക്ക് ഞങ്ങളെ കടത്തിവിട്ടത്. കർണാടകയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടി 1939 നിർമ്മിച്ച ചെറിയൊരു പാലമാണിത്. ഇനി നമ്മൾ പോകുന്നത് കർണാടകയിലെ ടൈഗർ റിസർവിലൂടെയാണ്. നേരത്തെ നമ്മള് മുതുമലയിൽ എങ്ങനെയായിരുന്നോ അതേ സെയിം അനുഭവം തന്നെ ആയിരുന്നു നമുക്ക് ഇവിടെയും. കാരണം വേനലില് നമ്മൾ അവിടെ എന്താണോ കണ്ടത് അതുപോലെ തന്നെ ആയിരുന്നു ഇവിടുത്തെ കാഴ്ചകളും. ബന്ദിപ്പൂര് പ്രധാനമായിട്ടുള്ളത് ഫോറസ്റ്റിനുള്ളിലെ സ്റ്റേയും ജംഗിൾ സഫാരിയുമാണ്. സ്റ്റേ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വേണം വരാൻ. ജംഗിൾ സഫാരി മുതുമലയിലും ബന്ദിപ്പൂരും സമയവും പൈസയൊക്കെ ഒരേപോലെ ആണെങ്കിലും നമുക്ക് ടൈഗറിനെ കാണാൻ കുറച്ച് ചാൻസ് കൂടുതൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലെ ജംഗിൾ സഫാരിയിലാണ്. ഇവിടാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ സ്റ്റേ ഉള്ളത്. ഒരുപാട് പാക്കേജുകളുണ്ട്. എല്ലാം ഓൺലൈനിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ സ്റ്റേ ചെയ്തത് മസ്നഗുഡിയിലാണ്. മസ്നഗുഡിയിൽ ചെറിയൊരു പൈസക്ക് ഞങ്ങൾക്ക് റൂം കിട്ടി. 900 രൂപ ആയിട്ടുള്ളായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. മസ്നഗുഡിയിൽ ഒരു ദിവസം സ്റ്റേ ചെയ്തതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് തന്നെ യാത്ര തുടരുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിരാവിലെ മറ്റുള്ള വാഹനങ്ങളെല്ലാം കാട് കയറുന്നതിന് മുമ്പ് തന്നെ നമ്മളെ വണ്ടി എടുത്ത് കാടിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. പല വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ അതിരാവിലെ കാടിനുള്ളിൽ കാണാൻ പറ്റും. ബന്ദിപ്പൂര് ജംഗിൾ സഫാരിക്ക് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 350 രൂപയാണ്. സമയം ഏകദേശം മുതുമലയിലെ പോലെ തന്നെ 6 മണി മുതൽ 9 മണി വരെയും 2 മണി മുതൽ 5 മണി വരെയാണ്. ഇവിടാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ ജംഗിൾ സഫാരി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ വെറും കാട് കണ്ട് മാത്രം യാത്ര ചെയ്യാതെ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ഇതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. ബന്ദിപ്പൂരിലെയും കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരികെ മടങ്ങുകയാണ്. ഇന്ന് മസനഗുഡിയിൽ സ്റ്റേ ചെയ്ത് നാളെ മസനഗുഡി വഴി ഊട്ടിയിലോട്ടാണ് യാത്ര. ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.